അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മത വിശ്വാസിയായ ഓരോ മനുഷ്യനും അവൻ്റെ ചലനം എങ്ങനെയാകണം, നിശ്ചലനം എങ്ങനെയാകണം, ഉറക്കം എങ്ങനെയാകണം, ഉറങ്ങുമ്പോഴുള്ള കിടപ്പ് എങ്ങനെയാകണം, ഭക്ഷിക്കുമ്പോൾ എങ്ങനെയാകണം, കുടിക്കുമ്പോൾ എങ്ങനെയാകണം തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളും പഠിച്ചറപ്പ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ യാത്രകൾ ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മര്യാദ. പറയുകയാണെങ്കിൽ ലളിതമായ രൂപത്തിൽ നമ്മൾ യാത്ര ചെയ്യും. വാഹനങ്ങളൊക്കെ പിന്നീടല്ലേ, ആദ്യം നമ്മൾ നടന്നാണ് യാത്ര ചെയ്ത് പഠിച്ചിരുന്നത്. എന്നെ പ്രിയപ്പെട്ടവരെ, നടക്കുന്ന സമയത്ത് പോലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏത് ചിന്തയാണ് ഉണ്ടാകേണ്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തംശി ഫിൽ അർളി മർഹൻ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് വല്ലാതെ അഹങ്കാരം ഒന്നും കാണിക്കണ്ട. ഓരോലയ്ക്കും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഭൂമിയെ ചവിട്ടി താഴ്ത്താനോ പിളർത്താനോ അല്ലെങ്കിൽ പർവ്വതങ്ങളെക്കാൾ ഉയരാനോ നിന്നെക്കൊണ്ട് സാധിക്കൂല. നീ വെറും നിസ്സാരനായ മനുഷ്യനാണ്. മനുഷ്യ, നീ വെറും നിസ്സാരനാണ്, നീ വെറും അടിമ മാത്രമാണെന്ന് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കാൻ. ഒരു സിമ്പിളായ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആൾട്ടോ 800-ൽ സഞ്ചരിക്കുമ്പോഴും ഒരു ഡിഫൻഡറിൽ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ മെന്റാലിറ്റി ഏത് രൂപത്തിലായിരിക്കും? ഡിഫൻഡറിൽ സഞ്ചരിക്കുമ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം തരക്കേടില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വരാറില്ലേ? ഒരു ചിന്ത വരാറില്ലേ? ഒരിക്കലും അത് വരാൻ പാടില്ല. നമ്മൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. മുൽക്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ, സൂറത്തുൽ മുൽക്കിലൂടെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, ജീവിതവും മരണവും ഡിഫൻഡറും ആൾട്ടോ 800-ഉം പടച്ചത് സൃഷ്ടിച്ചത് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നല്ല നിലക്ക് ചിന്തിച്ച് ജീവിക്കുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നല്ല ചിന്തയോടെ, അതവോടെ, അടിമയാണെന്നുള്ള തിരിച്ചറിവോടെ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നുള്ള ബോധം ഉണ്ടായാൽ പോരാ, അറിവുണ്ടായാൽ പോരാ. ഞാൻ അള്ളാഹുവിന്റെ അടിമ കൂടിയാണെന്നുള്ള തിരിച്ചറിവ് വേണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ അടിമയായി തീരുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഡിഫൻഡറിൽ സഞ്ചരിക്കുമ്പോഴും ഓൾട്ടോ 800-ൽ സഞ്ചരിക്കുമ്പോഴേക്കും ഒരേ മെന്റാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് യഥാർത്ഥ അടിമയെ നമുക്ക് മാറാൻ കഴിയുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.